ഇന്ന് കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാനിൽ വെച്ചിട്ട് നമ്മളിത് എണ്ണ ഒഴിച്ചു, പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ പെരുംജീരകം ഇതെല്ലാം കൂടെ പൊട്ടിച്ച് വന്നിട്ട് ഒരു സവാള, ഒരു പിടി ചെറിയുള്ളി, പച്ചമുളക്, വേപ്പില അതെല്ലാം കൂടെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെന്തുടയണ വരെ നമ്മൾ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ ഒരു പച്ചമണം പൊടിയുടെ മാറണ വരെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ ചിക്കനും കൂടെ ഇങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ലേശം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല, അടച്ച് വെച്ചാൽ തന്നെ അതിനകത്ത് നിന്ന് ഓൾറെഡി വെള്ളമൊക്കെ ഇറങ്ങി വന്നോളും. അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ബൗൾ നിറയെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു അരമുറിയാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് ഈ സമയത്ത് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടെ കുരുമുളകും കൂടി പൊടി കൂടെ തൂവി കൊടുത്തിട്ട് നമ്മുടെ കറി അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് കാച്ചാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വറുത്തിടാം. എണ്ണ ഒഴിച്ചു, ചെറിയുള്ളി, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് താളിപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി അടിപൊളി കുറുകുറാന്നുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മാമണ്ണട്ടെ കേട്ടോ. നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ നമ്മൾ ചോറ് എടുത്തിട്ടുണ്ട്, പപ്പടം ഉണ്ടായിരുന്നു, നാരങ്ങച്ചാർ ഓൾറെഡി മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. ഒരു കുഞ്ഞൊരു ഉള്ളിയുടെ കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഉച്ചയോണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉണ്ടാക്കണവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ? നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ